ഓം ശ്രീ സായിരാം. സേവനത്തിൻ്റെ വില. ഒരു കൊച്ചുകുട്ടി കൊടൈക്കനാലിൽ വെച്ച് ചന്ദനത്തിൽ തീർത്ത വളരെ ചെറിയൊരു ഗിഫ്റ്റ് സ്വാമിക്ക് നൽകി. ഭഗവാൻ വളരെ ആവേശത്തോടെ താല്പര്യത്തോടെ അത് സ്വീകരിച്ചു. ഇതിൽ എന്താണിത്ര ആവേശമെന്ന് കരുതിയവരോടായി ബാബ അരുളി, നോക്കൂ, ഈ സമ്മാനത്തിൻ്റെ പുറകിൽ ഒരു ഭാവമുണ്ട്. അത് ഇതിനെ മഹത്തരമാക്കുന്നു. നിങ്ങളൊക്കെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കുമായി ഓരോന്ന് വാങ്ങിക്കൂട്ടിയപ്പോൾ ഈ കുട്ടി മാത്രം സ്വാമിയെ ഓർത്തു. സ്വാമിക്കായി അവനാൽ കഴിയുന്നൊരു സമ്മാനം വാങ്ങി. ഇത് സമ്മാനമല്ല, അവൻ്റെ ആ മനസ്സാണ്. സ്വാമി ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. സേവനം എപ്പോൾ വരെ? ജനുവരിയിൽ ഞാൻ സേവ ചെയ്തു, ഇനി അടുത്ത ജൂലൈയിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ ഞങ്ങൾ സേവ സ്വീകരിക്കാം, ഈ 2 മാസങ്ങളിൽ സേവ ചെയ്യാം എന്നാണോ? സേവനം വിളവെടുപ്പ് പോലെ ആക്കരുത്. അത് വർഷത്തിലൊരിക്കലല്ല, നിത്യം നിരന്തരം ചെയ്യേണ്ടതാണ്. അത് ജനനം മുതൽ മരണം വരെ ചെയ്യേണ്ടതാണ്. വരുന്ന ഓരോ അവസരവും ഉപയോഗപ്പെടുത്തുക. കാരണം എപ്പോഴും അത് ലഭിച്ചെന്ന് വരില്ല. സേവനത്തിൻ്റെ പരിധി നിശ്ചയിക്കാനാവില്ല. അത് കാല, ദേശ, ജാതി, വർഗ, ലിംഗ ഭേദങ്ങൾക്കപ്പുറമാണ്. ആധ്യാത്മിക സേവനം എല്ലാ മതിൽക്കെട്ടുകളെയും മറികടക്കുന്നു. അത് ബുദ്ധിയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ് ഒഴുകുന്നത്. എൻ്റെ ജാതി, മതം, കാലം, സമൂഹം, രാജ്യം എന്നിങ്ങനെ സേവനത്തിന് പരിധി നിശ്ചയിക്കുന്നത് തെറ്റ് തന്നെ. സേവിക്കുക, പക്ഷേ സേവക്കാരനാകരുത്. ഈ തലക്കെട്ട് വായിക്കുമ്പോൾ അത്ഭുതം തോന്നും, പക്ഷെ സത്യം അതാണ്. ഞാൻ ഈശ്വരൻ്റെ സേവകനാണ്, സംഘടനയുടെ സേവകനാണ് എന്നൊക്കെ പറയുന്നത് ശരിയെന്ന് തോന്നുന്നില്ല. കാരണം സേവക്കാരൻ്റെ മനോഭാവം എപ്പോഴും പ്രതിഫലത്തിലായിരിക്കും. അങ്ങനെ സേവിക്കുന്നവൻ കൂടുതൽ കിട്ടുന്തോറും കൂടുതൽ സേവയും നടത്തും. പ്രതിഫലം കുറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് കുറഞ്ഞാൽ സേവയുടെ അളവും കുറയും. പക്ഷേ സേവാ സാധകൻ അവൻ്റെ തന്നെ യജമാനനാണ്. അവനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സേവ ചെയ്യുന്നതിലാണ് അവൻ്റെ ആനന്ദം. അതായത് യജമാന മനോഭാവമുള്ളവനെ അത്തരം സേവകനാകാൻ സാധിക്കൂ. ഒരു ഉദാഹരണം, ഒരിക്കൽ ചീഫ് എയർ മാർഷൽ ഭാര്യയോടൊപ്പം പുട്ടപർത്തിയിലെത്തി. ഭഗവാൻ അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. സ്വാമി എയർ മാർഷൽ ചീഫിൻ്റെ ഭാര്യയോട് ചോദിച്ചു, നീ എന്നാണ് വന്നത്? കഴിഞ്ഞ മാസമാണ് സ്വാമി, അവർ പറഞ്ഞു. ഓ, അത് ശരി. ഭഗവാൻ എയർ മാർഷലിനോട് ചോദിച്ചു, നീ എന്നാ വന്നേ? ഇന്ന് രാവിലെയാണ് സ്വാമി, അദ്ദേഹം പറഞ്ഞു. സ്വാമി ചോദിച്ചു, അതെങ്ങനെ നീ ഇന്ന് രാവിലെ വന്നു? ഭാര്യ കഴിഞ്ഞ മാസവും? ഉടനെ മഹതി പറഞ്ഞു, സ്വാമി, ഞാൻ കഴിഞ്ഞ മാസം ഡൽഹിയിൽ നിന്ന് പ്രശാന്തി സേവയ്ക്ക് വന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. ഓ, അത് ശരി, ഭഗവാൻ തലയാട്ടി. അവർ പറഞ്ഞു, ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു എനിക്ക് സേവ. നീ അവിടെ എന്താണ് ചെയ്തത്? ഭഗവാൻ തിരക്കി. നിലം തുടയ്ക്കുകയായിരുന്നു സ്വാമി. നോക്കൂ, എത്ര ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കുന്നവർ, എത്രയോ പേർ അവരുടെ ജോലി ചെയ്യാനായി അവരുടെ വീട്ടിൽ നിൽക്കുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിലം തുടയ്ക്കാൻ അവർ വന്നിരിക്കുന്നു. ഈ യജമാന മനോഭാവമാണ് സേവയുടെ രഹസ്യം. കുറച്ചുകാലം മുമ്പ് കർണാടകയിൽ നിന്നും വന്നൊരു സേവാദൾ അംഗത്തെ ഞാൻ പരിചയപ്പെട്ടു. ക്യാൻറ്റീൻ വൃത്തിയാക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. 1 മാസത്തോളം അദ്ദേഹം പ്രശാന്തി സേവയ്ക്കുണ്ടായിരുന്നു. കർണാടകയിലെ കോളാർ കമ്പനിയിലാണ് അദ്ദേഹത്തിന് ജോലി. ഏതൊക്കെ നിലയും വിലയും ഉള്ളവർ സായി സേവയ്ക്കായി കാത്തിരിക്കുന്നു എന്നറിയുക. നമ്മെ താരതമ്യം ചെയ്യുക, നമ്മുടെ ഭാഗ്യം തിരിച്ചറിയുക. ഒരിക്കൽ ഭഗവാൻ എന്നെ ചെന്നൈയിലുള്ള സുന്ദര മന്ദിരത്തിൽ കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് ഞാനിവിടെ പോകുന്നത്. സ്വാമി തന്നെ എല്ലായിടവും എന്നെ കാണിച്ചു തന്നു. അതൊരു അനുഭവമായിരുന്നു. പല ദിക്കിലും സ്കാർഫ് ഇട്ട് സേവാദൾ അംഗങ്ങൾ നിൽക്കുന്നു. ഒരാളെ വിളിച്ച് സ്വാമി ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്രാസിലെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ വിഭാഗത്തിലെ പ്രൊഫസറാണ് സ്വാമി. എൻ്റെ നേരെ നോക്കി സ്വാമി ചോദിച്ചു, നിന്റെ പൊസിഷൻ എന്താണെന്ന് നിനക്കറിയുമോ? മറ്റൊരാളെ വിളിച്ച് ഭഗവാൻ അദ്ദേഹം ആരാണെന്നും എന്താണെന്നും തിരക്കി. അദ്ദേഹം പറഞ്ഞു, അശോക് ലെയ്ലാൻഡ് കമ്പനിയുടെ ഡയറക്ടറാണ്. സായി സേവയുടെ മഹത്വം സ്വാമി നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ഇതിലൂടെയൊക്കെ. ഇനി ആലോചിക്കണം സേവകൻ്റെ മനസ്ഥിതി എന്തായിരിക്കണമെന്ന്. യാചനാ മനോഭാവമല്ല സായി സേവകന് വേണ്ടത്. അവൻ ഭഗവാന്റെ സേവകനാണ്. അതുകൊണ്ട് തന്നെ അവൻ യജമാനനും കൂടിയാണ്.
ഞാൻ എന്തിനാണ് ഇത്രയേറെ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് കിട്ടിയ ഈ സുവർണ അവസരം എന്തെന്ന് ബോധ്യപ്പെടുത്താനാണ്. ഈശ്വരനോടൊപ്പം ജോലി ചെയ്യാൻ കിട്ടിയതിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. നിങ്ങൾ ഒരിക്കലും ഒരു സാധാ സേവകനല്ല, ഭഗവാനെ സേവിക്കുന്ന മഹത്തായ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവനാണ്. ഈ ചിന്ത സദാ മനസ്സിൽ നിലനിർത്തുക. അങ്ങനെ സേവയ്ക്ക് കിട്ടുന്ന അവസരം മഹത്തരമാണെന്നും തിരിച്ചറിയുക. സേവ ആവശ്യത്തിന്. സേവാവേളയിൽ അമിതാവേശം പലരും കാണിക്കാറുണ്ട്. ഒരു സംഭവം പറയാം. ഭഗവാൻ ഒരിക്കൽ ലഡു വിതരണം ചെയ്യാൻ ഒരു സേവാദളിനോട് പറഞ്ഞു. അദ്ദേഹം പ്രമേഹ രോഗികൾക്കാണ് അത് മുഴുവനും വിതരണം ചെയ്തത്. സേവ ആവശ്യമുള്ളിടത്ത് വേണ്ടതുപോലെയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ചെയ്യുന്നത് സേവയാകുന്നില്ല. അമേരിക്കയിൽ ദരിദ്രനാരായണ സേവ നടത്തേണ്ട കാര്യമില്ല, കാരണം അവിടെ അതില്ലാത്തത് കൊണ്ട് തന്നെ. ഇവിടെ കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങേണ്ട കാര്യവുമില്ല, കാരണം എല്ലായിടത്തും ഉണ്ട്. അതായത് ഓരോ നാടിനും ദേശത്തിനും സംസ്കാരത്തിനും അനുയോജ്യമായ സേവനം തന്നെ വേണം ചെയ്യാൻ. എന്തിന് സേവനം? സേവനം എന്തിനെന്ന് അറിഞ്ഞിരിക്കണം. അവബോധത്തിന് വേണ്ടിയാണ് സേവനം. എന്താണ് അവബോധം? ഈശ്വരൻ സർവചരാചരങ്ങളിലുമുണ്ട്. അവിടുന്ന് സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞൻ. ഇക്കാര്യം സാക്ഷാത്കരിക്കുന്നതാണ് അവബോധം. ഈ അവബോധം നമുക്ക് ഒരു കാര്യം വെളിപ്പെടുത്തും. നാം സേവനം ചെയ്യുന്നത് അന്യർക്കല്ല, നമുക്ക് തന്നെയാണ്. നമ്മിലുള്ള ഈശ്വരന് തന്നെയാണ്. രണ്ടാമതായി സേവയൊരു സാധനയാകുന്നു. നവവിധ ഭക്തിയിൽ വിശദീകരിക്കുന്ന പാദസേവനമെന്ന സാധന. ലക്ഷ്യത്തിലെത്താൻ ഒരു പാത വേണം, യാത്ര ചെയ്യാൻ വാഹനം വേണം. സേവനം വാഹനമാണ്. ഏറ്റവും മുന്തിയ മെഴ്സിഡസ് കാർ. സേവനം ഹൈവേയാണ്, നാഷണൽ ഹൈവേ, ഈശ്വറിലേക്കുള്ള റോയൽ ഹൈവേ. മറ്റു മാർഗമില്ല കുഞ്ഞേ. എന്തിനാണ് ഭഗവാനെ ഞങ്ങൾ സേവ ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് സേവിക്കാൻ വയ്യ, എനിക്ക് സേവ സ്വീകരിക്കാനേ കഴിയൂ. സേവയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഒരുക്കാൻ ഞാൻ തയ്യാർ, പക്ഷേ എനിക്കതിന് പറ്റില്ല. എന്താണ് അതിൻ്റെ ആവശ്യം? എന്തിന് അതിനായി ഭഗവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു? നമുക്കിങ്ങനെയൊക്കെ തോന്നാം. ഭഗവാൻ പറയുന്നു, അഹന്ത കളയാൻ അതല്ലാതെ മറ്റു മാർഗമില്ല കുഞ്ഞേ. അതിലൂടെ ഏറ്റവും മഹനീയ ഗുണമായ വിനയം നേടാൻ നിനക്ക് സാധിക്കൂ. അഹന്ത കളയാൻ സേവയെ വഴിയുള്ളൂ. സേവ ചെയ്യാൻ ഒരുങ്ങുന്നവന് അഹന്ത ഉപേക്ഷിക്കാതെ തരമില്ല. അഹന്ത കളയാതെ നിനക്ക് നന്നായി സേവ ചെയ്യാനും സാധ്യമല്ല. നഷ്ടപ്പെട്ട അവസരം. ഒരു ഉദാഹരണം കേൾക്കൂ. ഒരിക്കൽ സ്വാമി പറഞ്ഞു, ആ ടിന്നിലുള്ള ലഡു കൊണ്ടുവരിക. ഇത്രയും പറഞ്ഞിട്ട് സ്വാമി പൊടുന്നനെ ഇന്റർവ്യൂ മുറിയിലേക്ക് പോയി. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനാണിത്. ഞാൻ ഉടൻ തന്നെ 2 വിദ്യാർത്ഥികളെ വിളിച്ച് ആ ലഡു ടിൻ കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടികൾ അത് ചെയ്തു. സ്വാമിയുടെ ദൃഷ്ടിയിൽ അത് പെട്ടു. അതോടെ ഞാനും പെട്ടു. സ്വാമി ഉടൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇക്കാര്യം കുട്ടികളോട് പറയാമായിരുന്നല്ലോ. ആരാണ് നിനക്കതിനുള്ള അധികാരം നൽകിയത്? സേവയ്ക്കുള്ള അവസരം നിനക്ക് സമ്മാനിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ നീ അത് കളഞ്ഞു കുളിച്ചു. നീ അത് നഷ്ടപ്പെടുത്തി. ഒരുപക്ഷെ ഇത്തരമൊരവസരം നിനക്ക് ലഭിച്ചെന്ന് വരില്ല. പ്രിയമുള്ളവരെ, ഞാനപ്പോൾ കോളേജ് പ്രിൻസിപ്പളാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ലഡു ടിൻ ചുമക്കും? അതും കുട്ടികളുടെ മുന്നിലൂടെ. 33 വർഷം സർവീസുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റായി ഞാൻ ലഡു ടിൻ പട്ടാപ്പകൽ ചുമക്കിയോ? ഛേ, ഇതല്ലേ ഞാൻ ചിന്തിച്ചത്. അതായത് എന്നിലെ അഹന്ത എന്നെ സേവ ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് സാരം. ഈശ്വരനും നമുക്കും ഇടയിലുള്ള ഏറ്റവും വലിയ തടസ്സം ഈ അഹന്തയാണ്. ഈ ഭീകരനെ തുരത്താൻ സേവനം പോലെ പറ്റിയ ആയുധമില്ല. ഒരിക്കൽ ഒരു പറ്റം ചെറുപ്പക്കാരോട് ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്തു ചെയ്യുന്നു? അവർ തുടങ്ങി, സ്വാമി, ഞങ്ങൾ വൃദ്ധരെ സഹായിക്കുന്നു, വികലാംഗരെ സഹായിക്കുന്നു, സ്കൂൾ കുട്ടികളെ സഹായിക്കുന്നു. പിന്നെ നിർത്തൂ, എന്തൊരു വിഡിത്തമാണ് ഈ പുലമ്പുന്നത്. നിങ്ങൾ ആരെയും സഹായിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സഹായിക്കുന്നത്. ഇക്കാര്യം അറിയൂ, സേവ നിങ്ങളെ സഹായിക്കലാണ്, മറ്റാരെയും സഹായിക്കലല്ല. ഒരിക്കൽ സ്വാമി പറഞ്ഞ സംഭവം കേൾക്കൂ. ബോംബെയിൽ നിന്നും വന്നൊരു മാന്യൻ 2 ആൺകുട്ടികളെ ദത്തെടുത്തു. കാരണം എന്തെന്നോ? അദ്ദേഹത്തിന്റെ 2 കുട്ടികൾ പ്രശാന്തി നിലയത്തിൽ ചേർന്നു ഭഗവാനെ സേവിക്കാനായി. അതോടെ ആ മാതാപിതാക്കൾ സ്വതന്ത്രരായി. അതിനാൽ അവർ 2 കുട്ടികളെ ദത്തെടുത്തു. സ്വാമിയുടെ സേവ തങ്ങൾക്കാവും വിധം അനുകരിക്കുകയായിരുന്നവർ. എപ്പോഴും സേവന നിരതർ. പെട്ടെന്നാണ് സ്വാമി ഒരു കുട്ടിയോട് ചോദിച്ചത്, നിന്റെ മുത്തശ്ശൻ എങ്ങനെയുണ്ട്? മറ്റൊരു കുട്ടിയോട് സ്വാമി തിരക്കി, നിന്റെ അമ്മയ്ക്കെങ്ങനെ? നന്നായിരിക്കുന്നു സ്വാമി, എല്ലാവരും പറഞ്ഞു. സ്വാമി പറഞ്ഞു, നിന്റെ മുത്തശ്ശന് ഓപ്പറേഷൻ കഴിഞ്ഞു, പേടിക്കാനില്ല, അദ്ദേഹം സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കുട്ടിയോട് പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, മുഴുവൻ മാറിയെന്ന് അവൾ കരുതുന്നു.
പക്ഷേ അതങ്ങനെയല്ല. നാളെ തന്നെ ഞാൻ നിന്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള പ്രസാദം നൽകാം. പിന്നീട് കസാരയിൽ വട്ടം തിരിഞ്ഞ് എന്നോടായി സ്വാമി പറഞ്ഞു, നോക്കൂ, ഈ കുട്ടികളിൽ പലരും കരുതുന്നു എനിക്കവരെ ശരിക്കും അറിയില്ലെന്ന്. ഞാൻ പലരെയും അവഗണിക്കുന്നുവെന്ന്. എനിക്കെല്ലാവരെയും അറിയാം. അവരുടെ കുടുംബാംഗങ്ങളെയും ശരിക്കും അറിയാം. നിന്റെ സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, എല്ലാ വിശദാംശങ്ങളും എനിക്കറിയാം. ഇതാണ് ഭഗവാൻ ബാബ. അവിടുന്ന് നമ്മെ അവഗണിക്കുന്നതായി, ഒഴിവാക്കുന്നതായി പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. സ്വാമി നമ്മളെ ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭൂത, വർത്തമാന, ഭാവി കാര്യങ്ങൾ സ്വാമിയുടെ കമ്പ്യൂട്ടറിൽ ലൈവായി കിടക്കുന്നു. എപ്പോൾ വേണമെങ്കിലും സ്വാമിക്കത് ഡൗൺലോഡ് ചെയ്യാനാകും. അതിനാൽ കരുതിയിരിക്കുക. കിട്ടുന്ന അവസരങ്ങൾ സായി സേവയ്ക്കായി വിനിയോഗിക്കുക. സേവ 3 വഴികൾ. 1. ധനികരെ സേവിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു. പക്ഷേ ധനികർക്ക് നിങ്ങളുടെ സേവ ആവശ്യമില്ല. അവർക്ക് തങ്ങളെ സഹായിക്കാനായി ജോലിക്കാരെ നിയമിക്കാം. എന്നിട്ടും നിങ്ങൾ അവരെ സേവിക്കുന്നെങ്കിൽ അത് ലക്ഷ്മി നാരായണ സേവയാണ്, അതായത് ധനസേവ. 2. തുല്യനിലയിലുള്ളവരെ സേവിക്കുക. അതിനു പിന്നിലും ഒരു ഗൂഢോദ്ദേശമുണ്ട്. നാളെ നമുക്കും അവരുടെ സഹായം വേണ്ടിവരും. ഒരു പരസ്പര സഹകരണ മനോഭാവം എന്ന് സാരം. 3. ദരിദ്രരെ സേവിക്കുകയാണ്. അത് ദരിദ്ര നാരായണ സേവ. നാരായണൻ എല്ലാവരിലും പൊതുവായിട്ടുണ്ട്. പക്ഷേ ദരിദ്രനിലെ നാരായണനെയാണ് നാം ആദ്യം പൂജിക്കേണ്ടത്. കാരണം അവരിലുള്ള നാരായണൻ അത് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നു. ഒരു കാര്യം സദാ സ്മരിക്കൂ, സായി സേവനമാകുന്നു, സേവനം സായി ആകുന്നു. ഭഗവാനെ ലഭിക്കാനായി യാത്ര ചെയ്യേണ്ടത് സേവനമെന്ന രാജപാതയിലൂടെയാണ്. ജയ് സൈരാം.